وصحبه أجمعين ما بعد عباد الله أوصيكم وإياي بتقوى الله. ബഹുമാനപ്പെട്ട അബ്ദുള്ള കുമ്പളെ സാഹിബിന്റെ 2 പ്രസംഗം ഞാൻ കേട്ടു. ഇനി പ്രസംഗം 2 പാട്ട് വളരെ മനോഹരമായ അദ്ദേഹത്തിന്റെ ആ പാട്ട് എപ്പോഴും ക്ലാസ് റൂമിൽ ഉണ്ടാവാറുള്ളതാണ്. ഇനി ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സുന്നീസത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ചർച്ച വരാനിരിക്കുകയാണ്. അതിന്റെ ഇടയിലായിട്ട് ഒരു 10 മിനിറ്റ് വേണ്ടിയില്ലാന്ന് തോന്നുന്നത് 2 PM ഉണ്ട്. അത് വേഗം വായിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ സുന്നീസത്തിന് വേണ്ടി മൈക്ക് കൈമാറും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ അമ്മോശൻ ക്യാൻസറിന്റെ അസുഖം ഉണ്ട്. പള്ളിയിൽ പോകാനും മറ്റും വളരെ വിഷമം അനുഭവിക്കുന്നു. ക്ലാസ് റൂമിൽ ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹബായ ഫضل കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യുകയും സിഹത്തും ആഫിയത്തും അല്ലാഹുവിന്റെ ത്വാഅത്തിലായി കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ പെങ്ങൾ വഫിയക്ക് പഠിക്കുന്നു. പഠനത്തിൽ ഉന്നതിയിൽ എത്താനും മറ്റുള്ള സ്ത്രീകൾക്ക് പകരം നൽകുന്ന കേഴുവാൻ വേണ്ടി എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ എന്താ മനസ്സിലാകാൻ ഫുള്ളായിട്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് നല്ല അഖലും നല്ല ഹിൽമും നല്ല ഇൽമും ഒക്കെ അല്ലാഹു പ്രദാനം ചെയ്ത പഠനത്തിലൊക്കെ വളരെ ഉത്സാഹവും പഠിച്ചതൊക്കെ വേഗം മനസ്സിലാക്കാനുള്ള കഴിവും അല്ലാഹു നൽകട്ടെ. അല്ലാഹു പഠിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ആ കുട്ടിയെ അല്ലാഹു ഉന്നതയാക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഉമ്മ ഞങ്ങളെ പിരിഞ്ഞു പോയിട്ട് ഇന്നേക്ക് 5 വർഷമായി. ഉമ്മാന്റെ ബർസഖിയായ ജീവിതം സുഖകരമാകുവാനും സ്വർഗത്തോപ്പാവാനും ഉസ്താദ് ദുആ ചെയ്യണം. ബുദ്ധിമുട്ടാവില്ല എന്ന് നിഗമനത്തോടെ. എന്താ ബുദ്ധിമുട്ടെന്ന്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഉമ്മ ചെയ്ത സാലിഹ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിച്ച് ആ അമലുകളെ അല്ലാഹു ഉമ്മാക്ക് ഖബറിൽ തുണയായി നൽകട്ടെ. അവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുകയും പൂങ്കാവനമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. ആമീൻ. ആ ഉമ്മയെയും ഉമ്മാന്റെ മക്കളെയും മറ്റോട് ബന്ധപ്പെട്ടവരെയും നമ്മളെല്ലാവരെയും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജിവാറിലായി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊടുത്തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ക്ലാസ് റൂം അഡ്മിൻ ഉസ്താദ് അഷ്റഫി തറയിട്ടാലിന്റെ പിതൃ സഹോദരൻ പുല്ലിത്തൊടിക ചാലിൽ ബാപ്പുട്ടി ഹാജി മരണപ്പെട്ടു. ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റബ്ബ് ബഹുമാനപ്പെട്ടവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ, ദർജയെ ഉയർത്തി കൊടുക്കട്ടെ. മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടി ദുആ ചെയ്യുകയും മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്യുക എന്ന് അമീറുൽ PM ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഖബർ ജീവിതം റാഹത്തും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവർ ചെയ്ത സ്വാലിഹ് അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യട്ടെ. ആ അമലുകളെ അല്ലാഹു അവരുടെ ഖബറിൽ അവർക്ക് തുണയായി നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഈ റമളാനിന് മുമ്പ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ നോമ്പിന് ഒരു സ്ത്രീക്ക് നഷ്ടപ്പെട്ടതായിരിക്കും. നോമ്പിന് ശേഷം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ നോമ്പിന് ശേഷം മരണപ്പെട്ടാൽ അവരുടെ നോമ്പ് ഭർത്താവിന് വീട്ടാൻ പറ്റുമോ? ഫിദിയ കൊടുക്കണമെന്നാണ്. ഈ നോമ്പിനാണ്, ഈ റമളാനിലാണ് നോമ്പ് നഷ്ടപ്പെട്ടത്. അങ്ങനെ ഈ അടുത്ത റമളാന്റെ മുമ്പായിട്ട് അവർ മരിക്കുകയാണ്. എന്നാൽ ഓരോ നോമ്പിനും പകരം വേറെ ആരെയും നോറ്റ് വീട്ടുകയോ അതല്ലെങ്കിൽ ഓരോ ദിവസത്തെ നോമ്പിനും ഓരോ മുദ്ദ് കൊടുക്കുകയോ ചെയ്യുക. അതാണ് വേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? ഈ നോമ്പിന് എന്ത് ചെയ്തു? അവർ നോമ്പ് നോക്കിയില്ല. അടുത്ത റമളാന്റെ മുമ്പായിട്ട് നോമ്പ് ഖളാ വീട്ടാതെ അവർ മരിച്ചു പോവുകയും ചെയ്തു. അവർ മരിച്ചു. എന്നാൽ എന്ത് ചെയ്യണം? അവർക്ക് തെരിക്കത്തുണ്ടെങ്കിൽ, അതായത് അവർ വിട്ടേച്ചു പോകുന്ന സ്വത്തുണ്ട് എങ്കിൽ, അവർ മരിക്കുമ്പോൾ വിട്ടേച്ചു പോകുന്ന മറ്റുള്ള അവകാശികൾക്ക് വേണ്ടി വിട്ടേ പോകുന്ന സ്വത്തുണ്ട് എങ്കിൽ അവകാശികൾക്ക് നിർബന്ധമാണ് എന്ത്? ഓരോ നോമ്പിനും ഓരോ മുദ്ദ് കൊടുക്കുകയോ അതായത് 650 ഗ്രാം അരി ഫഖീർ മിസ്കീന്മാർക്ക് കൊടുക്കുകയോ അതല്ലെങ്കിൽ പിന്നെ നോമ്പ് നോറ്റി വിട്ടുകയോ രണ്ടാളും നിർബന്ധമാണ്. രണ്ടും കൂടി വേണ്ട. നോമ്പ് നോറ്റി വീട്ടും ചെയ്യുക, പിന്നെ മുദ്ദ് കൊടുക്കുക, രണ്ടും വേണം. വേണ്ട, രണ്ടാളൊന്നും ചെയ്താൽ മതി. ഒന്നീ നോമ്പ് നോറ്റി വിട്ടുക, അതല്ലെങ്കിൽ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം നൽകുക. അത് അടുത്ത റമളാന്റെ മുമ്പായിട്ട് അവർ മരിച്ചു പോയിക്കണമെങ്കിലാണ്. അതായത് ഈ റമളാനിൽ നോമ്പ് ഖളാ ആയി അടുത്ത റമളാന്റെ മുമ്പായിട്ട് തന്നെ മരിച്ചു എങ്കിൽ.
എന്നാൽ അവർ അടുത്ത റമദാന്റെ ശേഷമാണ് മരിക്കണമെന്ന് നിൽക്കുക. ഈ റമദാന് നോമ്പ് ഖളാ ആയി, അടുത്ത റമദാൻ വരേക്കും ഉദ്ർ കൂടാതെ അവർ ഖളാ വീട്ടിയില്ല, പിന്നെ അടുത്ത റമദാന്റെ ശേഷമാണ് മരിക്കുന്നത്. എന്നാൽ ഓരോ നോമ്പിനും എന്ത് വേണ്ട, ഒന്നുകിൽ ഈ നോമ്പ് ഉണ്ടല്ലോ, ഈ വർഷം ഖളാ നോമ്പ് അത് അവകാശികൾ നോറ്റ് കിട്ടുക. അതിന് പുറമെ എന്തും വേണം, ഓരോ മുദ്ദ് കൊടുക്കും വേണം. എന്തിനാണ് ഓരോ മുദ്ദ് കൊടുക്കുന്നത്? അത് ഒരു റമദാൻ മറിഞ്ഞതിന്, ഈ റമദാനിൽ ഖളായി പോയത് അടുത്ത റമദാൻ മുമ്പായിട്ട് ഖളാ കിട്ടുന്നില്ല, അതിന്റെയും ശേഷമാണ് ഖളാ കിട്ടുന്നത്. അപ്പൊ അതിനു വേണ്ടി അപ്പൊ എന്ത് വേണം, ഓരോ നോമ്പും ഒന്നുകിൽ ഓരോ നോമ്പും പിന്നെ ആ ഖളാ അത്ര നോമ്പ് അവകാശികൾ നോറ്റി വീട്ടുക. അതിന് പുറമെ എന്തും കൂടിയും കൊടുക്കണം, ഓരോ മുദ്ദും കൊടുക്കണം. ഇനി അവകാശികൾ ഖളാ വീട്ടുന്നില്ല നിൽക്കുക, എന്നാൽ എന്ത് വേണം, ഓരോ ദിവസത്തെ നോമ്പിന് ഈ 2 മുദ്ദ് വീതം കൊടുക്കണം, 2 മുദ്ദ് കൊടുക്കണം. എന്താ 2 മുദ്ദ് കൊടുക്കാൻ കാരണം? ഒന്ന്, ഒരു മുദ്ദ് കൊടുക്കുന്നത് ഈ റമദാനിൽ നോമ്പ് നോക്കാത്തതിന്റെ പേരിലാണ്. രണ്ടാമത്തെ മുദ്ദ് കൊടുക്കുന്നത് അടുത്ത റമദാന്റെ മുമ്പായി ഖളാ വീട്ടാത്തതിന്റെ പേരിലുമാണ്. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അപ്പൊ ഈ റമദാനിൽ ഖളാ ആയി, ഈ അടുത്ത റമദാനിന് മുമ്പായിട്ട് അവർ മരിച്ചു. എന്നാൽ അവർക്ക് എന്ത് ചെയ്താൽ മതി? അവകാശികൾ ഈ മരിച്ചു പോയ ആൾക്ക് സ്വത്ത് ഉപേക്ഷിച്ചുകൊണ്ടാണ് മരിച്ചതെങ്കിൽ അവകാശികൾ ഓരോ നോമ്പും നോറ്റ് കിട്ടുക. അതല്ലെങ്കിൽ നോറ്റ് കിട്ടുന്നില്ല എങ്കിൽ ഓരോ നോമ്പിനും പകരം ഓരോ മുദ്ദ് കൊടുക്കുക. അതാണ്. ഇനി അവർക്ക് എന്ത് ചെയ്യാ? സ്വത്തില്ല നിൽക്കുക. സ്വത്തുണ്ടെങ്കിലാണ് പിന്നെ അവകാശികൾക്ക് നിർബന്ധമുള്ളത്. സ്വത്തില്ല നിൽക്കുക, എന്നാൽ അവകാശികൾക്ക് നോമ്പ് നോറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ മുദ്ദ് കൊടുക്കുകയോ ചെയ്യൽ സുന്നത്താ, നിർബന്ധമില്ല. നേരെ മറിച്ച് അടുത്ത റമദാന്റെയും ശേഷമാണ് അവർ മരിച്ചു പോകുന്നത് എങ്കിൽ ഓരോ നോമ്പിനും ഒന്നുകിൽ ഈ 2 മുദ്ദ് കൊടുക്കുക. എന്താ 2 മുദ്ദ് കൊടുക്കാൻ കാരണം? ഈ റമദാനിൽ നോമ്പ് നോൽക്കാത്തതിന്റെ പേരിൽ ഒരു മുദ്ദ്, അടുത്ത റമദാന്റെ മുമ്പായിട്ട് ഖളാ കൂട്ടുന്നില്ല അതിന്റെ പേരിൽ വേറെ മുദ്ദും, അങ്ങനെ 2 മുദ്ദ്, ഓരോ നോമ്പിന് 2 മുദ്ദ് വീതം കൊടുക്കുകയോ, അതല്ലെങ്കിൽ അവകാശികൾ നോറ്റ് കൂട്ടാലും മതി. അവകാശികൾ നോറ്റ് കൂട്ടുകയാണെങ്കിൽ അതിന് പുറമെ എന്തും വേണം, നോറ്റ് കൂട്ടുകയും വേണം, അതിന് പുറമെ ഓരോ മുദ്ദ് കൊടുക്കുകയും വേണം. എന്തിനാ ഒരു മുദ്ദ് കൊടുക്കുന്നത്? അവകാശികൾ നോറ്റത് എന്തിനാണ്? ഇവര് നോമ്പ് നോൽക്കാത്തതിന്റെ പേരിലാണ്. പിന്നെ ഒരു മുദ്ദും കൂടി കൊടുക്കണം എന്തിനാണ്? അടുത്ത റമദാന്റെ മുമ്പായിട്ട് ഖളാ കൂട്ടുന്നില്ല അതിന്റെ പേരിലാണ്. അടുത്ത റമദാന്റെയും ശേഷമാണ് അവർ മരിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിലാണ്. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഉസ്താദെ, എന്റെ മരുമകൻ പഠനം വളരെ പിന്നിലാണ്, ദുആ ക്ലാസ് റൂമിൽ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠനത്തെ ഉഷാറാക്കി കൊടുക്കട്ടെ, നല്ല അഖലും തന്റെ ഒക്കെ നൽകട്ടെ, നാഫിഅ ഇൽമു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉമ്മാക്ക് സുഖമില്ല, തീരെ കുറഞ്ഞു പോകുന്നുണ്ട്. അല്ല, ഉമ്മാക്ക് സുഖമില്ല, ഷുഗർ തീരെ കുറഞ്ഞു പോകുന്നുണ്ട്. ഉസ്താദ് ക്ലാസ്സിൽ ദുആ ചെയ്യണം. നമ്മുടെ അബ്ദുള്ളാക്കും അബ്ദുള്ള 9070 ബഹ്റൈനിലുള്ള നമ്മുടെ ക്ലാസ് റൂമിൽ സദാസമയവും സാന്നിധ്യം കൊണ്ട് ഈ ക്ലാസ് റൂം സജീവമാക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുള്ള 9070, അദ്ദേഹത്തിന്റെ ഉമ്മാനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് സിഹ്ഹത്തോടുകൂടി ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാൻ ദമാമിലാണ് ജോലി സംബന്ധമായി 4 ദിവസത്തേക്ക് ജിദ്ദയിൽ പോകുന്നു. 4 ദിവസത്തിന്റെ ഇടക്ക് എനിക്ക് ജിദ്ദക്കാരുടെ മീഖാത്തിൽ നിന്നും ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിക്കുന്നതിന്റെ വല്ല കുഴപ്പവും ഉണ്ടോ? ജിദ്ദയിൽ എത്ര ദിവസം താമസിക്കണം എന്നുള്ള വല്ല നിബന്ധനയും ഉണ്ടോ? ഉസ്താദ് PM ജോലി എന്താണ്? ഞാൻ ജോലിയിലാണ്. ഞാൻ അദ്ദേഹത്തിന് PM ചെയ്ത് ചെറിയ നിലക്ക് മറുപടി നൽകിയിട്ടുണ്ട്. അദ്ദേഹം ദമാമിലാണുള്ളത്. അദ്ദേഹം ഇപ്പൊ ജോലി സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി ജിദ്ദയിൽ പോവാണ്. 4 ദിവസം ജിദ്ദയിൽ നിൽക്കും. ആ ഇടയിൽ അദ്ദേഹത്തിന് പിന്നെ ഈ 4 ദിവസത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ഉംറക്ക് ജിദ്ദക്കാരുടെ മീഖാത്തിൽ ഇഹ്റാം ചെയ്ത് പിന്നെ ഉംറ നിർവഹിക്കാമോ എന്ന ചോദ്യം. അദ്ദേഹം ദമാമിൽ നിന്ന് പോരുന്ന സമയത്ത് അദ്ദേഹം പിന്നെ ഉംറ ഉദ്ദേശിക്കാതിരിക്കുക. ദമാമിൽ നിന്ന് പോരുന്ന സമയത്ത് ജിദ്ദയിലേക്ക് പോകുമ്പോൾ ഉദ്ദേശിക്കുകയോ ചെയ്യട്ടെ, അതുകൊണ്ട് വിരോധമില്ല. മക്കയിലേക്ക് ഒരാൾ പോവാണ്, ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് മക്കയിലേക്ക് പോവാണ്. എന്നാൽ അയാൾക്ക് പിന്നെ അയാൾ വരുന്ന മീഖാത്തിൽ നിന്ന് ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത് നിർബന്ധമാണ്. അത് മക്കയിലേക്കാ വരുന്നതെങ്കിൽ ഇവിടെ അദ്ദേഹം മക്കയിലേക്കല്ല വരുന്നത്, അദ്ദേഹം വരുന്നത് ജിദ്ദയിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുക? ജിദ്ദയിൽ എത്തിയ ശേഷം അതാ നല്ലത്. ജിദ്ദയിൽ എത്തിയ ശേഷം തീരുമാനിക്കുക.
അവിടുന്ന് വരുമ്പോഴേ ഉംറക്ക് എഴുതണ്ട. നിങ്ങൾ ജിദ്ദയിലെത്തിയ ശേഷം തീരുമാനിക്കുക എന്ത് ഉംറ ചെയ്യണമെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജിദ്ദക്കാരുടെ മീഖാത്ത് ജിദ്ദ തന്നെയാണ് അവരുടെ മീഖാത്ത്. അവിടുന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് മക്കയിലേക്ക് പോയി ഉംറ നിർവഹിക്കാവുന്നതാണ്, വിരോധമില്ല. ജിദ്ദയിൽ താമസിക്കണം അങ്ങനത്തെ കണക്കൊന്നുമില്ല. പിന്നെ അസ്സലാമു അലൈക്കും. അല്ല അത് പറഞ്ഞാൽ വായിച്ചല്ലേ. ഇനി എന്റെ മകന് അനുയോജ്യമായ ജോലി കിട്ടാൻ ദുആ ചെയ്യണേ. വഫഖനല്ലാഹ്. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല ഖൈറായ, മനസ്സിന് നല്ല സംതൃപ്തി നൽകുന്ന അനുയോജ്യമായ നല്ല ജോലിയും അതിൽ അല്ലാഹു ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഉസ്താദെ, നാട്ടിൽ പോവുകയാണ്, അടുത്ത് വീടിരിക്കണം, കടം ഉണ്ട്, എല്ലാം ശരിയാവാൻ പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു കടക്ക് വേഗം കൂട്ടിത്തരട്ടെ. വീട്ടിൽ എത്രയും വേഗം താമസിക്കാനുള്ള സാഹചര്യങ്ങൾക്ക് അല്ലാഹു ഒരുക്കി തരട്ടെ. ആ വീട്ടിൽ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ജോലി നോക്കാൻ വിസിറ്റിന് വന്നതാണ്, ഹലാലായ ജോലി അല്ലാഹു സുബ്ഹാനഹു അമ്മോന്റെ എന്നൊരു പാട്ടിൽ നമ്മൾ ദുആ ചെയ്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു അദ്ദേഹത്തിന് ഹലാലായ ഖൈറായ, മനസ്സിന് നല്ല സംതൃപ്തി നൽകുന്ന അനുയോജ്യമായ നല്ല ജോലിയും ആ ജോലിയിൽ അല്ലാഹു സംതൃപ്തിയും ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.